നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പേളിമാണി സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഇത് തയ്യാറാക്കാനായിട്ട് വേണ്ട സാധനങ്ങളാണ്: 2 കോഴിമുട്ട, 3 ടേബിൾ സ്പൂൺ പാല്, 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, അതുപോലെ ഒരു തക്കാളി തീരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവാള, 2 പച്ചമുളക് എല്ലാം തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില യൂസ് ചെയ്യാം. ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ടയും പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം. അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടാണെങ്കിലും കുറച്ച് നേരം നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. ഈ ഒരു പരുവത്തിൽ വേണം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാലും കൂടെ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഞാനിവിടെ പാലും കൂടെ ഒഴിച്ചതിന് ശേഷം ഒരു ഹാൻഡ് ബ്ലെൻഡർ വെച്ച് ഒന്നും കൂടെ അടിച്ചെടുക്കുകയാണ്. എളുപ്പത്തിന് വേണമെങ്കിൽ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്താലും മതി. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഈ എണ്ണയിൽ കിടന്ന് വെജിറ്റബിൾസ് ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടണം. ഒത്തിരി നേരമൊന്നും വെക്കണ്ട. 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വാട്ടിയെടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് കറിവേപ്പിലാണ് ചേർക്കുന്നതെങ്കിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. മല്ലിയിലയാണെങ്കിൽ അതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ആ പാനിലേക്ക് ഫുള്ളായിട്ട് ഇതുപോലെ കട്ടിക്കൊന്ന് എല്ലാം കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ അടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന പാലിൻ്റെ മുട്ടയുടെ മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്ന് അടച്ചു വെക്കാം, നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടി. നമ്മളിത് മറിച്ചിട്ടൊന്നും കൊടുക്കുന്നില്ല, ഇതുപോലെ തന്നെ വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനതൊന്ന് തുറന്നിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് മുകളിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കുക്കായി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് വേണം ഇതിട്ട് കൊടുക്കാൻ. ഇത് സ്കിപ്പ് ചെയ്യരുത്. ഈ ചില്ലി ഫ്ലേക്സും കൂടെ ഇടുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം പാലിൻ്റെ മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനും. ഇല്ലെങ്കിൽ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും, മുകളിലോട്ട് വെന്ത് കിട്ടത്തുമില്ല. ഞാനിത് ഏകദേശം ഒരു 8 മിനിറ്റോളം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 8 തൊട്ട് 10 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഹെൽത്തി ആയിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. പേളിമാണിയുടെ ബ്രേക്ക്ഫാസ്റ്റ് പൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ കാണാം. താങ്ക്